പുലർച്ചെ ഗുരുവായൂരിൽ സൂര്യൻ ആദ്യം കണ്ണു തുറക്കാറില്ല. ഇവിടെ ആദ്യം ഉണരുന്നത് വിളക്കുകളാണ്, മന്ത്രങ്ങളാണ്, വിശ്വാസങ്ങളാണ്. ഈ മുറ്റത്ത് കല്ലുകൾ പോലും മനുഷ്യരെ മഴ പെയ്യുമ്പോൾ ഓർമ്മകൾ ഗുരുവായൂർ നിശബ്ദമാകില്ല. ഓരോ തുള്ളിയും ഒരു കഥ പറയാൻ തുടങ്ങും. ആ കഥകളിൽ ഒന്നാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ആനയുടെ കഥ. പക്ഷേ ആനയായിരുന്നില്ല അവൻ, ഒരു ഭക്തനായിരുന്നു. ഈ കഥ തുടങ്ങുന്നത് ക്ഷേത്രത്തിലല്ല, ഒരു കാട്ടിലാണ്. മഴയാൽ നനഞ്ഞ ഭൂമി, ഇലകളാൽ മറഞ്ഞ ആകാശം. അവിടെ ഒരു കുഞ്ഞാന ജനിച്ചു. അവന് പേരു നൽകിയില്ല, ഭാവി പറഞ്ഞില്ല. അവൻ അറിഞ്ഞത് ഒന്നേ ഒന്നാണ്: അമ്മയുടെ ചൂട്, അമ്മയുടെ നിഴൽ. അമ്മയുടെ ചൂടുള്ള ശ്വാസത്തിനിടയിൽ അവൻ ലോകത്തെ ആദ്യമായി കണ്ടു. അന്ന് അവൻ അറിയില്ലായിരുന്നു തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കാൽപ്പാടുകളിലേക്ക് എഴുതപ്പെടുമെന്ന്. കാലം കടന്നു, കാട് പിന്നിലായി. കെട്ടുപാടുകളും മനുഷ്യരും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അവിടെ നിന്നാണ് കേശവൻ ഗുരുവായൂരിലേക്ക് എത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രം. അവിടെ വിളക്കുകൾ കത്തുന്നു, മന്ത്രങ്ങൾ മുഴങ്ങുന്നു, വിശ്വാസം ശ്വാസമെടുക്കുന്നു. അവിടെയാണ് കേശവൻ ദൈവത്തിൻ്റെ ആനയായി മാറുന്നത്. ഓരോ ഏകാദശിയും ഓരോ ഉത്സവവും ആ നടയിൽ കേശവന്റെ പാദചിഹ്നങ്ങൾ പതിഞ്ഞു. തല ഉയർത്തി നട നീട്ടി അവൻ നടന്നപ്പോൾ ആളുകൾ തല കുനിച്ചു. കനത്ത മഴ, നിലവിളക്കുകൾ കുലുങ്ങി, ആൾക്കൂട്ടം പിരിഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞ്, ഭീതിയിൽ നിശ്ചലമായ കുഞ്ഞ്, ആനയുടെ മുന്നിൽ. ശ്വാസം പോലും നിശ്ചലമായി. അവിടെ കേശവൻ എന്തു ചെയ്തു? അവൻ ആക്രമിച്ചില്ല, അവൻ ചവിട്ടിയില്ല. പകരം അവൻ തൻ്റെ തുമ്പിക്കൈ താഴ്ത്തി, ഒരു കുട പോലെ, ഒരു രക്ഷാകവചം പോലെ. അന്ന് ജനങ്ങൾ മനസ്സിലാക്കി കേശവന് ഹൃദയമുണ്ടെന്ന്. കാലം രാജാവിനോടും കരുണ കാണിച്ചില്ല. ഭാരം ചുമന്ന ശരീരം പതുക്കെ തളർന്നു തുടങ്ങി. നടപ്പിൻ്റെ വേഗം സ്മൃതികളായി. കണ്ണുകളിൽ കാലത്തിൻ്റെ വേദനകൾ നിഴലായി കിടന്നു. എന്നാലും ദൈവത്തിൻ്റെ നടവഴിയിൽ അവനൊരിക്കലും മുട്ടുമടക്കിയില്ല. 1976 നവംബർ. ഗുരുവായൂരിൽ ദൈവത്തിൻ്റെ നടയിൽ കേശവൻ നിൽക്കുകയായിരുന്നു. അവൻ കിടന്നില്ല, അവൻ ഓടിയില്ല. ഓടിപ്പോകാതെ, തളരാതെ നിൽക്കുന്ന നിലയിൽ തന്നെയാണ് അവൻ കാലത്തോട് വിട പറഞ്ഞത്. അന്ന് ഒരു ആന മരിച്ചില്ല. കാലം തന്നെ ഒരു നിമിഷം നിശബ്ദമായി നിന്നുപോയി. ചെണ്ടകളിന്നില്ലെങ്കിലും അവയുടെ മുഴക്കം ഇന്നും കേൾക്കാം. കാരണം കേശവന്റെ പാദചിഹ്നങ്ങൾ കാലം മായ്ച്ചിട്ടില്ല. അവ ഗുരുവായൂരിൽ മാത്രമല്ല, വിശ്വാസത്തിൻ്റെ വഴികളിലും കേരളത്തിൻ്റെ ഹൃദയത്തിലും ഇന്നും പതിഞ്ചിരിക്കുന്നു. കേശവൻ ഒരു ആനയല്ല. ഓർമ്മയായ ഒരു കഥ, നടന്നുപോയ ഒരു കാലം. ഇന്നും ഗുരുവായൂരിൻ്റെ കാറ്റിൽ കേശവന്റെ പേര് വീണാൽ കണ്ണുകൾ സ്വയം നിറയും. കാരണം അവനൊരു ആന മാത്രമായിരുന്നില്ല, വിശ്വാസം പാദമിടിച്ച് നടന്ന ഒരു നിമിഷമായിരുന്നു കേശവൻ.